ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേർക്ക് ദൃശ്യശ്രവ്യ അനുഭവമായി ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതിയുടെ ഭരണി മഹോത്സവം. ചെട്ടിക്കുളങ്ങര അമ്മയെക്കുറിച്ചുള്ള പാട്ടുകളും നൃത്ത ചുവടുകളുമായി കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദമന്യുള്ള പുരുഷന്മാർ ചുവടുകൾ വെച്ചത് കാഴ്ചക്കാരിലും ആവേശമായി. ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ തനത് ആചാര അനുഷ്ഠാനങ്ങളോടെയാണ് അജ്മാനിലും ഭരണി മഹോത്സവം നടന്നത്. പൂജകൾ, നാമാർച്ചനകൾ, സംഗീതാർച്ചനകൾ, കുട്ടിയോട്ടപ്പാട്ടും ചുവടും, കൈകൊട്ടിക്കളി, കഞ്ഞിസദ്യ, കെട്ടുകാഴ്ചകൾ തുടങ്ങിയവയാൽ സമ്പന്നമായ ചെട്ടിക്കുളങ്ങര ഭരണി മഹോത്സവം പ്രവാസികൾക്ക് വേറിട്ട അനുഭവമായി മാറി. അജ്മാനിൽ ചെട്ടിക്കുളങ്ങര അമ്മ പ്രവാസി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭരണി കാഴ്ചകൾ ഓണാട്ടുകരയുടെ കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതായിരുന്നു. പ്രവാസി സേവാ സമിതിയുടെ 15ാമത് ഭരണി ഉത്സവം അത് ഇവിടെ വിപുലമായിട്ട് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായി ഒരുപാട് ചെട്ടിക്കുളങ്ങര അമ്മയുടെ ഭക്തന്മാർ ഒരുപാട് പേര് വന്നു പോകുന്ന കഞ്ഞിസദ്യയും കുത്തിയോട്ടവും കെട്ടുകാഴ്ചയും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വിപുലമായ പരിപാടി തന്നെയാണ്. അത് ജനങ്ങളുടെ പങ്കാളിത്തം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പരിപാടിയുടെ വിജയം എത്രമാത്രം ഉണ്ടെന്ന്. ഇനി മറ്റൊരു വസ്തുത പറയുകയാണെങ്കിൽ, ഞാൻ ചെട്ടിക്കുളങ്ങരക്കാരനല്ല, ഞാനൊരു പാലക്കാടുകാരനാണ്. പാലക്കാടുകാരനായിട്ട് പോലും ആദ്യമായി ഇവിടെ ചെട്ടിക്കുളങ്ങര ഭരണി ഉത്സവം കാണാൻ വന്ന് അതിലൊരു അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ 4 വർഷം പിന്നിടുമ്പോൾ ഞാൻ അതിൻ്റെ സംഘാടകനായി ഇന്നിപ്പോൾ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഈ അസോസിയേഷനിൽ പ്രവർത്തിക്കണമെങ്കിൽ എത്രമാത്രം ചെട്ടിക്കുളങ്ങര പ്രവാസി അസോസിയേഷൻ ആളുകളെ സ്വീകരിക്കുന്നുവെന്നും അതിലൊരു ഭാഗമാവാൻ പങ്കാളിത്തം കൊടുക്കുന്നുവെന്നും ജനങ്ങളെ എങ്ങനെ അംഗീകരിക്കുന്നുവെന്നും ഭക്തന്മാരെ എങ്ങനെ സ്വീകരിക്കുന്നുവെന്നും അതിൻ്റെ ഒരു പ്രധാന വസ്തുത ഈ കാണുന്നു. ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ തനിമയൊട്ടും കുറയാതെയാണ് കുത്തിയോട്ടപ്പാട്ടും ചുവടും നടന്നത്. കെട്ടുകാഴ്ചകൾ നാടിൻ്റെ ആവേശവും ആഘോഷവുമാണെങ്കിൽ ചെട്ടിക്കുളങ്ങര ഭഗവതിക്ക് മുന്നിലെ ഭക്തിസാന്ദ്രമായ വഴിപാടാണ് കുത്തിയോട്ടം. UAEയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള 100ഓളം കലാകാരന്മാർ ഒന്നുചേർന്നാണ് കുത്തിയോട്ടപ്പാട്ടും ചുവടും ഒരുക്കിയത്. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ കുത്തിയോട്ടച്ചുവടും പാട്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാന ഇഷ്ടത്തോടുകൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 85 മുതൽ 90 കുട്ടികൾ ചുവട് ചവിട്ടാൻ തന്നെ മാത്രമുണ്ട്. അതോടൊപ്പം തന്നെ 30 മുതൽ 40 പാട്ട് പാടുന്നതിനും മറ്റുള്ള ആൾക്കാരുമായിട്ട് ഈ ടീമിലുണ്ട്. ഇത് നമ്മുടെ തന്നെ കുത്തിയോട്ട സമിതിയാണ്. ചെട്ടിക്കുളങ്ങര പ്രവാസി സേവാ സമിതി ദുബായിയുടെ ടീം തന്നെ അംഗങ്ങളാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങര അമ്മയെക്കുറിച്ചുള്ള പാട്ടുകൾക്ക് പ്രായഭേദമന്യുള്ള പുരുഷന്മാർ കയ്യും മെയ്യും മറന്ന് ചുവടുകൾ വെച്ചത് കാഴ്ചക്കാരിലും ആവേശമായി. കുത്തിയോട്ടപ്പാട്ടിന്റെ ശബ്ദമാധുര്യം കൂടിയായപ്പോൾ ഭക്തജനങ്ങൾക്ക് ചെട്ടിക്കുളങ്ങരയിൽ എത്തിച്ചേർന്ന പ്രതീതിയാണ് ഉണ്ടായത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഇവിടെ കുടുംബത്തോടൊപ്പം വരുന്നുണ്ട്. നമ്മളുടെ നാട്ടിലെ കുംഭഭരണയെ അനുസ്മരിപ്പിക്കുന്ന അതേ വിധത്തിൽ തന്നെ ഇവിടെ കുത്തിയോട്ടവും നമ്മുടെ നാട്ടിലൊരു അന്തരീക്ഷം തന്നെയാണ്. ഇവിടെ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് ഇവിടെ വന്നു കഴിയുമ്പം നമ്മുടെ നാട്ടുകാരെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊരു അന്തരീക്ഷം അതാണ് നമുക്ക് കൂടുതലും എല്ലാ വർഷവും നമുക്ക് നാട്ടിൽ പോയി ഇതുപോലെ കൂടാൻ പറ്റില്ലായിരിക്കും ഒരു പ്രവാസിയെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാട്ടുകാരെ എല്ലാ വർഷവും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെട്ടിക്കുളങ്ങരയിൽ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ചെട്ടിക്കുളങ്ങര അമ്പലത്തിലെ കഞ്ഞി, മുതിര, പയർ, അവിൽ നനച്ചത്, അതും ഈ പറഞ്ഞിട്ട് എല്ലാ വർഷവും നമുക്കിവിടെ വന്ന് കഴിക്കാൻ പറ്റുന്നത് അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. മനോഹരമായ കെട്ടുകാഴ്ചയും ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കെട്ടുകാഴ്ചയിലൂടെ അക്ഷരാർത്ഥത്തിൽ അജ്മാൻ മറ്റൊരു ചെട്ടിക്കുളങ്ങരയായി മാറുകയായിരുന്നു. അതെ, നാട്ടിലെ പോലെ തന്നെ നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ പറ്റുന്നുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും ശരി, ചെട്ടിക്കുളങ്ങര എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാ തിരക്കും മറന്ന് നമ്മളിവിടെ വന്ന് പങ്കെടുക്കുക. അതാണ് നമുക്ക് ജോലി എന്നേരം നമ്മൾ ചിന്തിക്കാറേ ഇല്ല. നമ്മൾ
നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുക, നമ്മുടെ നാട്ടിലെ ആ ഒരു ആഘോഷം ഇവിടെ കൊണ്ടുവരിക, നാട്ടിൽ പോകാൻ കുംഭഭരണി സമയത്ത് നാട്ടിൽ പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ നമുക്ക് ആ ഒരു അനുഭവം എല്ലാവർക്കും കൊടുക്കുക, അതൊക്കെയാണ് നമ്മളുടെ ഒരു സന്തോഷം. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ചെട്ടിക്കുളങ്ങര അമ്മയുടെ ഇഷ്ടവിഭവമായ കഞ്ഞിസദ്യയും മഹോത്സവത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. നാട്ടിൽ നിന്നെത്തിച്ച വിഭവങ്ങളാണ് കഞ്ഞിവെപ്പിന് ഉപയോഗിച്ചത്. നാട്ടിലെ ചുറ്റുളങ്ങര അമ്പലത്തിൽ നടത്തുന്ന കഞ്ഞിസദ്യ നമ്മൾ അതേപോലെ തന്നെ ഇവിടെ റിക്രിയേറ്റ് ചെയ്യുകയാണ്. കഞ്ഞി, അസ്ത്രം, മുതിര, അവല്, പഴം, കടുമാങ്ങ, പപ്പടം, അങ്ങനെ ഉണ്ണിയപ്പം തുടങ്ങി അനവധി വിഭവങ്ങളോടുകൂടി ഏറ്റവും രുചികരമായ നാട്ടിൽ നിന്ന് എത്തിയ വിദഗ്ധരായ പാചകക്കാർ, അതേപോലെ തന്നെ നാട്ടിൽ നിന്നെത്തിയ കേരളത്തിൻ്റെ തന്നെ തനതായ പച്ചക്കറികളെടുത്ത് ചെയ്യുന്ന സദ്യയാണ്, കഞ്ഞിസദ്യയാണ് ഇവിടെ നടക്കുന്നത്. അത് ആസ്വദിക്കാനാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തുന്നത്. അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പ്രവാസ ഭൂമിയിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്താൻ സാധിച്ചത്. 2 ദിവസങ്ങളായി നടന്ന മഹോത്സവത്തിൽ UAE കൂടാതെ നാട്ടിൽ നിന്നുള്ള കലാകാരന്മാരും ഭാഗമായി. കുത്തിയോട്ടപ്പാട്ട് ചൂടും ആസ്വദിക്കാനായി UAE വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10,000-ലേറെ പേരാണ് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് ഒഴുകിയെത്തിയത്. എല്ലാ കൊല്ലവും വരാറുണ്ട്. ഇവിടുത്തെ പൂജ, മറ്റു കാര്യങ്ങളിൽ എല്ലാറ്റിലും എല്ലാ കൊല്ലവും പങ്കെടുക്കാറുണ്ട്. ഇത് വളരെ നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒന്നാണ്. ഞങ്ങൾ ഇത് മിസ്സാക്കിയാലും ഞങ്ങൾ ഇത് മിസ്സാക്കാറില്ല. എപ്പോഴും വന്ന് ഇതിൽ പങ്കെടുക്കാറുണ്ട് എല്ലാ കൊല്ലവും. കൃത്യമായ ആചാരങ്ങളും നിഷ്ഠയും പാലിച്ച് വ്രതശുദ്ധിയോടെയാണ് ചുവടിനായും പാട്ടിനായും എല്ലാവരും ഒത്തുകൂടിയത് എന്നത് ഈ ആഘോഷത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നു. മാസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് മഹോത്സവം തനിമയൊട്ടും ചോരാതെ നടത്താൻ സാധിച്ചത്. കുറേയേറെ ഉത്തരവാദിത്വങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും നല്ല ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇപ്പം ഈ കഞ്ഞിസദ്യക്കുള്ള എല്ലാ പച്ചക്കറികളെല്ലാം അരിയുക, പിന്നെ പൂവ് എല്ലാം ശരിയാക്കി കൊടുക്കുക, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കഴിഞ്ഞ 15 വർഷമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇതിന് നിന്ന് ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കെല്ലാം കഴിഞ്ഞ 15 വർഷമായിട്ട് ഇതിൻ്റെ എല്ലാം ഭാഗമാകാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ്. ചെട്ടിക്കുളങ്ങര അമ്മയ്ക്ക് മുന്നിൽ ആത്മസമർപ്പണം ചെയ്തതിന്റെ പുണ്യത്തിലാണ് മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെല്ലാം മടങ്ങിയത്.